ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ് ഗൈസ്. ഭയങ്കര ഉഷാറാണല്ലോ ഡാഡ് ടു ബി. അപ്പൊ ഇന്നത്തെ സംഭവം എന്താണെന്നറിയോ? എന്തോ Q&A സെഷൻ ആണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ Q&A ആണ്. സ്പെഷ്യൽ എന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു Q&A ആണ്. അതെന്താ സംഭവം ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കുറച്ച് ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യോ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോയാ? ഇല്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളെ കുറിച്ചിട്ടൊന്നും അല്ല ക്വസ്റ്റ്യൻസ്. നമ്മളെ കുറിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ മൂന്നാമത്തെ ആളെ കുറിച്ചിട്ടാണ് ചോദ്യങ്ങൾ. പക്ഷെ ഞാൻ ഇത് വിചാരിച്ച എങ്ങനെയാറിയോ എനിക്ക് ഈ തോട്ട് വന്നത്? ഫ്രഷ് തോട്ടാണ്. ഫ്രഷാണ്. അതായത് നമ്മളെല്ലാരും Q&A ആണെങ്കിലും കുറെ വീഡിയോസ് ആണെങ്കിലും അമ്മമാരുടെ അല്ലെങ്കിൽ മോം ടു ബി ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ ഫീലിങ്സും അവരുടെ ഇമോഷൻസും അവരുടെ തോട്ട്സും അവരുടെ കുറെ കാര്യങ്ങളാണല്ലോ ഷെയർ ചെയ്യാറ്. ഇത് ഡാഡ് ടു ബിന്റെ കാര്യങ്ങൾ. ഈ പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ വി ആർ പ്രഗ്നന്റ് എന്നാണല്ലോ ഇപ്പൊ പുതിയതായി കണ്ടുപിടിച്ച സംഭവം. അപ്പൊ ആ വീല് നിന്റെ ഇമോഷൻസ്, തോട്ട്സ്, ഈ 9 months ജേർണി, പിന്നെ ഇനി ഉണ്ടാവാൻ പോകുന്ന ജേർണി, നിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഇതെന്താ അച്ചാറോ? ഓക്കെ, അപ്പൊ ഈ അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഡാഡ് ടു ബിന്റെ പ്രഗ്നൻസി ജേർണിയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? ഉറക്കെ പറയണം കേട്ടോ. മൈക്ക് വെച്ചാ പോലെ ഇവന്റെ ശബ്ദം കേൾക്കൂല. അപ്പൊ ഉറക്കെ പറയണം. പിന്നെ എന്താ ഞാൻ പറയാൻ വന്നേ? പിന്നെ ഗൈസ് ഇന്നല്ല നാളത്തോടെ ഞാൻ 37 വീക്സിലേക്ക് കാല് കുത്തുകയാണ്. അതെ, എന്റെ 9th month തുടങ്ങുകയാണ്. ഇനി എപ്പോ വിളി വരുന്നു അപ്പൊ പോവാൻ ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ്. ആർ യു റെഡി? ഐ ആം നോട്ട് റെഡി. എന്നാലും റെഡിയാണ് ഗൈസ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഈ ഫ്രഷ് ഐഡിയ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആരും ചെയ്യാത്തൊരു കണ്ടന്റ് കാരണം നിനക്ക് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഡാഡ് ഞാനും കണ്ടിട്ടില്ല. ചിലപ്പോ ചെയ്തിട്ടുണ്ടോ? വീഡിയോ കാണാറില്ല. അയ്യോ, ഒട്ടും കാണാറില്ല. ഇപ്പൊ ഫുൾ ടൈം റീൽസിലാണ് ഗൈസ്. ഓക്കെ, അപ്പോ അന്ന് നോക്കാൻ പാടില്ല. ഞാനത് വളരെ തിങ്ക് ചെയ്ത് ആലോചിച്ചുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ നമുക്ക് ആദ്യം ഘട്ടത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, 1990s അല്ല, നമ്മൾ ഈ പ്രഗ്നൻസി ജേർണി റിവീൽ ചെയ്തല്ലോ. അത് കഴിഞ്ഞ് ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ സ്കാനിങ്ങും ഫസ്റ്റത്തെ 3rd month സ്കാനിങ്ങും പിന്നെ ഹാർട്ട് ബീറ്റ് കേട്ടത്. ഇതൊക്കെ കൂടി ഞാൻ ഒരുമിച്ച് ഇവന്റെ ഒരു വികാരം ചോദിക്കാൻ മാത്രമാണ്. ഇത് സ്പെഷ്യലി എനിക്കും കൂടി ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം ഇവൻ സംസാരിക്കാറില്ല ഗൈസ്. എനിക്ക് ഇത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കലകല എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യും. ഇവൻ എക്സ്പ്രസ് ചെയ്യില്ല. അതായത് പ്രത്യേകിച്ച് സങ്കടം, ടെൻഷൻ, അങ്ങനത്തെ മാനസിക സംഘർഷങ്ങളൊന്നും ഇവൻ എക്സ്പ്രസ് ചെയ്യില്ല. ഇന്ന് എനിക്കറിയണം നിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നിയതെന്ന്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്കാനിങ്ങും പിന്നെ ബേബിന്റെ ഹാർട്ട് ബീറ്റ് കേട്ടതും പിന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഫസ്റ്റ് കിക്ക് നീ ഫീൽ ചെയ്തത്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊരു ചുരുക്കം, അതായത് എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ നിന്റെ മനസ്സിൽ ഉദിച്ച കാര്യങ്ങൾ ഉള്ളത് പറഞ്ഞാൽ മതി. എക്സാജറേറ്റ് ചെയ്ത് പറയണമെന്നൊന്നും ഞാൻ പറയണില്ല. എന്നാലും പറഞ്ഞാലും ഞാൻ പറയില്ല. പക്ഷെ മൊത്തത്തിലൊരു ഫീല് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഫീൽ തന്നെയായിരുന്നു. ആദ്യം ഇത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞത് വേറെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻഡ് അല്ലാതെ കിട്ടുന്ന ഓരോരോ സംഭവങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതേപോലെ തന്നെ ആയിരുന്നു അതും. അതുകൊണ്ടിപ്പോൾ ഒരുപാട് ഹാപ്പിയായി. പക്ഷെ അപ്പം മുതലൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ശരിയാവണം, ബേബി ഹെൽത്തി ആവണം, ഒന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പിന്നെ ഫസ്റ്റ് 3 month സ്കാന് കഴിഞ്ഞു, അപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഹെൽത്ത് വൈസ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഹാപ്പി. അപ്പോൾ വീണ്ടും ടെൻഷൻ, എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് 9 month ബേബിയും അമ്മയും ഹെൽത്തിയായി സേഫായിട്ട് പോകണം എന്നുള്ളതായി അടുത്ത പ്രാർത്ഥന. അപ്പോൾ പിന്നെ സ്കാനിങ്ങിൽ ബേബിയുടെ മൂവ്മെൻറ്റും ബേബിയുടെ ഫേസ്, കൈ, ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ അതും
ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് അത്. നമുക്ക് എനിക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളങ്ങനെ അച്ഛൻ എന്നുള്ള രീതിയിൽ നമ്മളും കൂടി ഇതിനൊരു കാരണമാണല്ലോ. അപ്പോൾ പൊതുവെ അങ്ങനെ നമ്മുടെ രണ്ടാളുടെയും കൂടി ഒരു ഔട്ട്കം എന്നുള്ള രീതിയിൽ ഒരു ബേബി, ഒരു മൂവ്മെന്റ്, അങ്ങനെ ഒരു ബേബി ഉണ്ടാവണു, നമ്മൾ ബാക്കിയുള്ളവർക്ക് കുട്ടി ഉണ്ടാവണു, കുട്ടി ഉണ്ടായി എന്നുള്ള വാർത്തകൾ മാത്രമാണല്ലോ ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഫീല് വന്നപ്പോൾ അതൊരു ആ ഒരു ഫീല് അതൊക്കെ കണ്ടപ്പോൾ അതൊരു ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്. കാരണം നമ്മുടെ തന്നെ ഒരു ജീനിൽ നിന്നും വേറൊരു ഒരു ജീവൻ വരിക എന്നുള്ള ഒരു ഇത് കണ്ടപ്പോ ശരിക്കും ഒരു ഭയങ്കര മിറാക്കിളാണത്. അപ്പോ പിന്നെ കിക്ക് ഫീൽ എന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. ഇവർക്ക് അത് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് അറിയും, പക്ഷെ നമുക്ക് അതൊരു ഫീൽ ഇതാക്കാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മാജിക് ഒക്കെ പോലെ ചില സംഭവങ്ങൾ അങ്ങനെ ശൂന്യതയിൽ നിന്ന് ഓരോന്ന് ആൾക്കാർ മജീഷ്യന്മാരുണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ ഒരു, അതായത് അപ്പൊ നമ്മളൊന്ന് സർപ്രൈസ്ഡ് ആവില്ല, അതേപോലെ തന്നെ എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. ശരിക്കും അൺബിലീവബിൾ ആണ്. കിക്കാണെങ്കിലും മൊത്തത്തിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ മൂവ്മെന്റും ആളെങ്ങനെ പുഷ് ചെയ്യണം, ആളെന്താ ചെയ്യുന്നത് നമുക്കറിയില്ല, പക്ഷെ ആ ഒരു മൂവ്മെന്റ് ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അത് നമുക്കത് ടച്ച് ചെയ്യാൻ അതൊരു കൗതുകം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവൾക്ക് അത് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും, അത് വേറെ തന്നെ ഒരു ജേണിയാണ്. പിന്നെ ഇതുവരെ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ ഹെൽത്തി ആയി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇതുവരെ വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഇത് എപ്പോഴും അതെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇനി എങ്ങനെയെങ്കിലും ആ ഡെലിവറി ഇനിയും ടെൻഷൻ തന്നെയാണ്. ടെൻഷൻ ഒരിക്കലും ഒരു കുറവില്ല. എപ്പോഴാണ് പാരന്റ്സിന്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ എന്റെ പാരന്റ്സ് ആണെങ്കിലും പണ്ട് ടെൻഷൻ അടിച്ചിരുന്നു. അവർ പറയാറുണ്ട് എനിക്ക് ഇതേപോലെ ചെറുപ്പത്തിൽ ശ്വാസം മുട്ടും, മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോലും കുറച്ച് അലർജിക് ഒക്കെ ആയിരുന്നു. അപ്പോ നമ്മൾ അതിന് വലിയ കാര്യമായിട്ട് എന്താ അപ്പൊ ഇതെന്ന് ചിന്തിക്കും. പക്ഷെ ഇപ്പൊ അത് റിയാലിറ്റിയിൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യുമ്പോൾ അതൊരു ഡിഫറെന്റ് ഒരു പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഡെലിവറിയും കൂടി കംപ്ലീറ്റ് ആയി ബേബി മമ്മി ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണ് ഒരു പ്രാർത്ഥന. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം. ഈ വീഡിയോ വരുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടാവും. ഇവൻ ഇത് പറഞ്ഞത് എനിക്ക് ഇനി ചോദ്യങ്ങളുണ്ട്. നീ മറ്റേ എല്ലാരും പ്രാർത്ഥിക്കണം, നന്ദി നമസ്കാരം, ഈ വീഡിയോ കഴിഞ്ഞു എന്നുള്ള കൊള്ളാം. അപ്പൊ ഈ ശരിയാണ്, ഇതിനെ കുറിച്ച് കൂടുതൽ അല്ല ഈ പറയണമെന്നില്ല, മാത്രം ചോദിച്ചാൽ മതി, കഴിഞ്ഞു. പിന്നെ ഇന്റർവ്യൂവറിന് അത് കേട്ട് കഴിഞ്ഞാൽ തോന്നേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. അല്ല ഇല്ല അല്ല, ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. ഇനിയുള്ള ചോദ്യങ്ങളാണ്. യെസ്, പിന്നുള്ള അടുത്ത ചോദ്യമാണ് വൈ UK. അതായത് നമ്മളുടെ ഈ ഇപ്പൊ കുറച്ചു പേർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ പ്ലാനിലാണ്, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അത് നമുക്ക് അൺലക്കിലി ഈ ഒരു സമയത്ത് ഇവിടെ വേണ്ടതായിരുന്നു അമ്മ, പക്ഷെ ഇവിടെ വന്നില്ല. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അത് അറിയായിരുന്നു ഇനി അമ്മയ്ക്ക് മിക്കവാറും നമ്മളുടെ ഡെലിവറി ടൈമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു തോന്നിയില്ല. നമ്മള് ഇതൊരു ട്രൈ പോലെ തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് ഞങ്ങള് പോയപ്പോഴാണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല അയ്യോ അമ്മ വരാൻ പറ്റില്ല. നാട്ടിൽ പോയപ്പോഴല്ലടാ ഞാൻ പറഞ്ഞത്, നമുക്ക് 2 പ്രാവശ്യം റിജക്ഷൻ വന്നല്ലോ. അതിന്റെ ശേഷം നമ്മള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നല്ലോ. അതിന് ശേഷമല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നതിന് ശേഷമല്ല രണ്ടാമത്തെ റിജക്ഷൻ. നമ്മള് 18th ആ ഒരു ഗ്യാപ്പിലല്ലേ. അപ്പൊ 2 പ്രാവശ്യം റിജക്ട് ആയപ്പോ നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഈ ഒരു സിറ്റുവേഷനിൽ ആരും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പായി. അപ്പൊ നമ്മളുടെ മനസ്സിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇനി നാട്ടില് ഡെലിവറി ആക്കണോ, UK-ലാക്കണോ, ഇനി ചോദ്യം വരട്ടെ, നാട്ടിലാക്കണോ UK-ലാക്കണോ, ഇനി UK-ലെ പ്രസവിക്കാൻ പറ്റുള്ളോ, അങ്ങനെ ഒക്കെ അത്രക്കില്ലേ ചോദ്യം. ഞാനല്ലോ ചോദിക്കണേ. അപ്പൊ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായി. പക്ഷെ വൈ ആസ് എ ഡാഡ് താങ്കൾ എന്തുകൊണ്ട് UK-ൽ തന്നെ ഡെലിവറി നടത്താം? റീസൺ ഒന്നേ ഉള്ളൂ, ഞാനിവിടെ UK-ലാണല്ലോ. അപ്പൊ എനിക്കിപ്പോ ലീവിന് ഒരു ലിമിറ്റ് ഉണ്ട്. നാട്ടിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോബിന് ജോയിൻ ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഡെലിവറി നമ്മൾ നാട്ടിലാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും കുറച്ച് മാസങ്ങൾ. അപ്പോൾ ഡെലിവറി ഒരു 2-3 months അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോ നമ്മൾ ആരെയും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഇങ്ങനത്തെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ
ആസ് എ ഡാഡ് ആൻഡ് മോം എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇന്നും ഉണ്ട്. കാരണം ഇപ്പോൾ മനുഷ്യന്മാർ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ചിലരാരും ഇല്ലാതെ ജീവിച്ചു വന്നവരുണ്ടാവും. അപ്പോൾ അതങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ. പക്ഷെ ഒരു എക്സ്ട്രാ കെയറും സപ്പോർട്ടും എപ്പോഴും ഉള്ളത് ഇല്ല നല്ലതല്ല എന്നല്ല, അതൊരു ഭയങ്കര ഹെൽപ്പ് തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ലക്കി അല്ലാത്തതുകൊണ്ട് പല സാഹചര്യങ്ങളെ കൊണ്ടും നമുക്ക് 2 റിജക്ഷൻ വന്നു. അത് വെച്ചിട്ട് നമ്മളിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് മാക്സിമം. പക്ഷെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കൾക്ക് ഈ ഡെലിവറി ജേർണി അല്ലെങ്കിൽ ആ ഡെലിവറി ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എന്റെ കൂടെ ഉണ്ടാവണമായിരുന്നു തീർച്ചയായും അല്ലേ? അത് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതായത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മള് ഇവിടെ ആവുമ്പോ ഇപ്പൊ നാട്ടിലാണ് ഡെലിവറി എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇവൻ ഷിപ്പിൽ പോണ സമയത്തും ഞാൻ പറയാറുണ്ടായിരുന്നു, ഡെലിവറി അല്ലെങ്കിൽ ബേബി ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്റെ കൂടെ തന്നെ വേണം. അത് അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃത്തിയുടെ സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അല്ലെ, ഈ ഒരു ജേർണി ഒരുമിച്ച് തന്നെ വേണം എന്നുള്ളൊരു സാധനം. അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ആരുടെയും ഹെൽപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലാലും നമ്മൾ ഞാനും പറയട്ടെ അടിയാവും ഗൈസ് ക്യാൻസൽ. ഞാൻ പറയട്ടെ, അപ്പോ ഇവനും എനിക്ക് നിർബന്ധമായിരുന്നു ഞങ്ങളുടെ ഈ ഡെലിവറിയും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ വേണം അല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ UK ചൂസ് ചെയ്തത്. കുറച്ചും കൂടി ഇവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഒരുപാട് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴും നമ്മൾ UK വിട്ടിട്ട് ഇന്ത്യയില് ഇത്ര മാസം സ്റ്റേ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഫ്യൂച്ചറിൽ തന്നെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ എന്നാണെങ്കിലും ഇപ്പോൾ PR-നാണെങ്കിലും സിറ്റിസൺഷിപ്പിനാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആ ലാസ്റ്റ് 5 years ഇത്ര ദിവസങ്ങൾ പുറത്ത് നിൽക്കുന്നതൊക്കെ ആകുമ്പോൾ അത് കൗണ്ട് ആവില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം എല്ലാം കൂടി ഞാൻ കണക്കിലെടുത്തപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും ഞാൻ കൂടെ വേണം. അപ്പം എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയാലും എന്തായാലും എന്തെങ്കിലും സക്സസ് ആവും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനിയാണ് ഇത് ഇപ്പൊ കാഷ്വൽ ആയിട്ട് നമ്മൾ ഓവറോൾ ഒരു IPL നടക്കണോണ്ട് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് സ്കോർ നോക്കും എന്റെ ഭർത്താവ്. ഓക്കെ, സോ ഇനി ഷോർട്ടാക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോ ഞാൻ വലിച്ചു കെട്ടി പറയുന്നതിനാട്ടിലും ഇവൻ നല്ല ഇലാബറേറ്റ് ചോദ്യങ്ങൾ ഞാൻ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, when did it first truly hit you that you are having a baby? എപ്പോഴാണ് ശരിക്കും ഇങ്ങനെ തലയ്ക്ക് അടി കിട്ടുക, ശരിക്കും ഞാൻ ആവാനായോ എന്ന് ചിലപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ എന്നായിരുന്നു അല്ലെങ്കിൽ എപ്പോഴായിരുന്നു? ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞപ്പോ ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഒരു റിയാലിറ്റിയോ മൊമെന്റും അതൊക്കെ കണ്ടപ്പോ ശരിക്കും ഹാപ്പനിങ്. നമ്മള് മറ്റേത് ശരിക്കും ഒരു മെഷീനിൽ ഒരു 2 വര ഒരു വര അങ്ങനെയല്ലേ കാണുള്ളൂ. അപ്പോ അല്ലാതെ ഇങ്ങനെ കണ്ടപ്പോ അതൊരു റിയാലിറ്റി മനസ്സിലായി. ഓക്കെ, വാട്ട്സ് വൺ തിങ് അബൌട്ട് പ്രഗ്നൻസി ദാറ്റ് മെയ്ഡ് യു അപ്രീഷിയേറ്റ് മീ ഈവൻ മോർ ഗൈസ്? ഇനി ഞാൻ കുറച്ച് എന്നെ കൊടുത്തിട്ട് അല്ലല്ല. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന അതാണ് അടുത്ത ചോദ്യം. അതായത് പ്രഗ്നൻസി ഇപ്പൊ മീന്ന് വേണമെന്നില്ല, ഞാൻ ഇത് ജനറലും കൂടി ആട്ടോ. ഇപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രഗ്നൻസി ടൈമിൽ നീ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു മൊമെന്റ് എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം? സ്ട്രഗിൾ തന്നെ, അങ്ങനെ ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കംപ്ലീറ്റ് ഒരു സ്ട്രഗിൾ തന്നെയാണ്. ഡേ 1 മുതൽ ഞാൻ പറയില്ല, ചിലപ്പോ ഒരു 2nd വീക്ക് അല്ലെങ്കിൽ 3rd വീക്ക് മുതൽ സ്ട്രഗിൾ ആണ്. ചിലർക്ക് ഛർദി കാര്യങ്ങൾ, അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെന്റ് മുതല് ഞാൻ പറയുമ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുന്ന കാര്യമാണ് പറയാം. പക്ഷെ അങ്ങനെയല്ല, എന്നാലും ശരിക്കുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ആ ഒരു മൊമെന്റ് മുതൽ കൊച്ചിനൊരു 3-4 വയസ്സ് അല്ലെങ്കിൽ ഒരു 5 വയസ്സാവണ വരെ മദറിന്റെ സ്ട്രഗിൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തന്നെയാണ്. അപ്പൊ എല്ലാ അമ്മമാരാണെങ്കിലും ഏതമ്മമാരാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്, ചുറ്റുപാടുകളുടെ ബുദ്ധിമുട്ട്. അപ്പൊ മാക്സിമം എനിക്ക് തോന്നിയിട്ടുള്ള മാക്സിമം ഭർത്താവ് എന്നുള്ള നിലയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സപ്പോർട്ട് കെയർ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കുക. അവർക്ക് ആ ഒരു മൂഡ് സ്വിങ് കുറച്ചും കൂടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവര് കടന്നു പോണ ഇമോഷനും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ്, ഒരു ഈസി ജേണി അല്ല. അപ്പോൾ കുറച്ചും കൂടി നമ്മളല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കണം, പക്ഷെ ഇത് കുറച്ചും കൂടി നല്ലോണം താഴ്ന്ന് കുറച്ചും കൂടി അങ്ങനെ ഇരിക്കണം. ഓക്കെ,
What's one thing you will change? You think will change the most about me and you after becoming parents? അതായത് എന്നിലും നിന്നിലും മാറ്റം വരുന്ന ഒരു പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ചേഞ്ച് എന്തായിരിക്കും ആഫ്റ്റർ ബേബി വന്നു കഴിഞ്ഞാൽ? ചേഞ്ചോ? ഈ IPL കളി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് പറയാൻ പറ്റുന്ന ഒരു ചേഞ്ച് എന്തായിരിക്കും എന്നിലും നിന്നിലും? സത്യം പറഞ്ഞാൽ കൊച്ചു വന്നാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിനക്ക് എന്താ തോന്നണേ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഉറക്കം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ ചേഞ്ച് അല്ല, നമ്മളിൽ വരുന്ന ചേഞ്ച്. മറ്റേ സിറ്റുവേഷണൽ ചേഞ്ചിലല്ല, നമ്മളില് ക്യാരക്ടറിലോ അല്ലെങ്കിൽ നിന്റെ ഒരു ചേഞ്ച് എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ കൊച്ചു വന്നിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നീ ആലോചിക്കുമ്പോ നീ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഓക്കെ, കുറച്ചുകൂടി കെയറിങ് ആയിരിക്കും. കുറച്ചും കൂടി നമ്മളുടെ ഉള്ളിൽ ഒരു കുട്ടിത്വം ഉണരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിന്റെ ഉള്ളിലെ കുട്ടിത്വം ഉണർന്ന നല്ല കുട്ടിക്കളി ആയിരിക്കും ഇവിടെ. ഓക്കെ, who do you think will cry more on delivery day? You, me or the baby? ഡെലിവറി ഡേ നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡെലിവറി ഡേയില് ആരായിരിക്കും ഏറ്റവും കൂടുതൽ കരയുക? കൊച്ചാണോ അമ്മയാണോ അച്ഛനാണോ? കൊച്ചായിരിക്കും. കൊച്ചു അത്രയും നേരം ഉള്ളിലല്ലേ, പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കരച്ചിലോട് കരച്ചിലായിരിക്കും. ഓക്കെ, അപ്പൊ കൊച്ചാണ്. ഡു യു എവർ ഫീൽ ലെഫ്റ്റ് ഔട്ട് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി? സോ വൈ? അതായത് ഈ പ്രഗ്നൻസി സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് നിനക്ക് ആസ് എ ഹസ്ബൻഡ്, അതായത് പണ്ടത്തെ പോലെ അല്ലല്ലോ ഈശ്വര, ഞാൻ ഇവളുടെ തന്നെ ഒരു ലോകത്താണല്ലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത്, എപ്പോ? ഇല്ലല്ല, അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോ ഇവള് അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നോണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. അത് പറയുമ്പോ എന്താ തീർച്ചയായിട്ടും കാരണം അല്ല, അതുകൊണ്ടല്ല, എനിക്കറിയണല്ലോ ഇങ്ങനത്തെ സംസാരം നമ്മള് വീട്ടില് വെറുതെ ഇരിക്കുമ്പോ മറ്റേ ഇരുന്ന് നിങ്ങൾക്ക് എന്താ തോന്നുക ചോദിക്കൂലല്ലോ. എനിക്ക് ചോദിക്കാൻ ശരിയാണ്, അങ്ങനെയൊക്കെ ചിലവർക്ക് തോന്നിയേക്കാം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി സമയത്ത് ഹസ്ബൻഡ്സിനോടുള്ള ഇമോഷൻ മാറും, ചിലർക്ക് ദേഷ്യം തോന്നും, ചിലർക്ക് ഇഷ്ടം കുറയും. അത് അവരുടെ ഓരോ മാനസികാവസ്ഥയില്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാണ് ചെയ്തിട്ടില്ല അത്. പക്ഷെ അതൊന്ന് ഞാനൊന്ന് കൺഫേം ചെയ്ത. അപ്പൊ അങ്ങനെ ഇല്ല, ഞാൻ നിന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്. Okay, what's one thing you feel completely unprepared for when the baby arrives? Baby വരുമ്പോൾ ഏറ്റവും ഇപ്പോഴും നീ അതിന് പ്രിപ്പയർഡേ അല്ലാന്ന് തോന്നുന്നത് എന്താണ് മാനസികമായി? ഞാനിനി ബേബി വന്ന എങ്ങനെ ഇത് ചെയ്യും? ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ. ഉറക്കം കുറയും, ഉറക്കം കുറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അതിനെ കുറിച്ചിട്ടുള്ള ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. കാരണം ശ്രീകുട്ടൻ ഭയങ്കര ഉറക്കപ്രാന്തനാണ്. അങ്ങനെ കുറെ നേരം ഉറങ്ങണമെന്നല്ല, പക്ഷെ ഉറങ്ങാൻ ഒരു 8 മണിക്കൂർ അല്ല, ഞാൻ 12 മണിക്കൂർ ഉറങ്ങും. അത് വിട്ടു കഴിഞ്ഞ് ഉറങ്ങില്ലേ? ഇപ്പൊ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഉറങ്ങാൻ പറ്റാറില്ല. അതായത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീകുട്ടന് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്ലീപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതിന്റെ ഇടയ്ക്ക് എങ്ങാനും ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറക്കം കിട്ടിയില്ലെങ്കിൽ ശ്രീവിൻ ദേഷ്യം വരും ശ്രീകുട്ടന്. അപ്പൊ അതാണ് അൺപ്രിപ്പയർഡ് അല്ലേ? കാരണം കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് വരെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ചോദിക്കുമ്പോ ഹായ് ശ്രീവിൻ എന്താണ് നന്നായി ഉറങ്ങിയില്ലേ, ചുമ്മാ ക്യാഷ് എടുക്കണോ? നന്നായി ഉറങ്ങി. നമ്മള് ഡേക്ക് പോകുമ്പോ ഇപ്പൊ നന്നായി ഉറങ്ങിക്കോ, ഇനി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിനാണ് ശ്രീകുട്ടൻ ഇപ്പോഴും അൺപ്രിപ്പയർഡ് അല്ല, അൺപ്രിപ്പയർഡ് ആണ് ഇപ്പോഴും. ഉറക്കം എന്ത് ചെയ്യുന്നു ഈശ്വര. Okay. On a scale of 1 to 10, how nervous are you about labor? Labor pain എന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു ലേബർ, അതായത് ഇപ്പൊ നമുക്ക് ആ ലേബർ ടൈം തൊട്ടിട്ട് ഡെലിവറി വരെ ഒരു ഇതുണ്ടാവുമല്ലോ, അതിൽ എത്രമാത്രം നിങ്ങൾ നെർവസ് ആണ് 1 to 10 സ്കെയിലില്? ഞാനൊരു 8.5 ഒക്കെ പറയാം. ആണോ? ശ്രീകുട്ട പൊതുവെ ഭയങ്കര ധൈര്യശാലി കേട്ടോ. ധൈര്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ധൈര്യം മീൻസ് അങ്ങനെ നെർവസ്നെസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
അല്ല അത് കുറച്ച് അതായത് ഇപ്പോഴും നമ്മൾ ആ ഒരു ഡെലിവറി ഹെൽത്തി ആയിട്ട് രണ്ടാളും ഹെൽത്തി ആയിട്ട് വരണമെന്നുള്ള അപ്പൊ 8.5 നിങ്ങളുടെ നെർവസ്നെസ് ഉണ്ട്. ഓക്കെ. If our baby could hear everything we say right now, what advice would you give them? നല്ല ചോദ്യല്ലേ. അതായത് ഇപ്പൊ ബേബി നമ്മളെ ശരിക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ പക്ഷെ ബേബിക്ക് നമ്മളിപ്പോ വലുതായി കഴിഞ്ഞ് പറയണ ആ ഒരു പ്രായത്തില് ഒരു അഡ്വൈസ് കൊടുക്കുമ്പോ ബേബിക്ക് മനസ്സിലാവണ ഒരു പ്രായത്തില് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ബേബിനോട് എന്ത് അഡ്വൈസ് ആണ് അച്ഛനാകുന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓ നല്ല ചോദ്യട്ടാ ശ്രീകുട്ട, എന്താ പറയുന്നത് എനിക്കറിയില്ല. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കുക, അത്ര എനിക്ക് നല്ലൊരു അഡ്വൈസ് എന്ന രീതിയിൽ പറയാനുള്ളത്. നല്ലൊരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് വേറെ അല്ലേ. നിന്റെ നല്ലൊരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക, അതെന്താ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാമോ സാർ? ഇല്ല, അത്ര തന്നെയല്ലോ. നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട്, അതായത് വേറെ ആരെയും ഹേർട്ട് ചെയ്യാതെ നല്ലൊരു ഹ്യൂമൻ കെയറിംഗ് ആയിട്ട് ആൾക്കാരോട് കുറച്ചും കൂടിയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി. അതെ അതെ അല്ലേ എന്ന് പറഞ്ഞു. അല്ല പിന്നെ ഞാൻ അതാണ് പറഞ്ഞത്, ചിലത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും ഒറ്റ വേർഡിൽ. അല്ല, അങ്ങനെ ജീവിക്കാൻ നല്ലൊരു മനുഷ്യനായിട്ട് സിമ്പിൾ ആയിട്ട് ഹമ്പിൾ ആയിട്ട്. ഹമ്പിൾ ആവണമെന്നില്ല, കുറച്ച് ഹമ്പിൾ ആവണ്ട, സിമ്പിൾ ആയാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒരു ഇതുണ്ടായിക്കോട്ടെ. പക്ഷെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ബാക്കിയുള്ളവരെ കൂടി മനസ്സിലാക്കി ജീവിക്കുക. സിമ്പിൾ ആൻഡ് വെരി വെരി സിമ്പിൾ ആൻസർ. യെസ്. What's one thing about pregnancy that completely shocked you? ഈ പ്രഗ്നൻസി ജേർണിയില് 9 മാസം എന്നെ അല്ലേ ഇപ്പൊ നീ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ ഈ ജേർണിയില് നിന്നെ എന്തെങ്കിലും അങ്ങനെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഷോക്കിംഗ് ആയിട്ട് എന്നുള്ള സാധനം. പിന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്റർ വരെ എനിക്ക് അങ്ങനെ ഭീകരമായ മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വാദിക്കുന്നു. അല്ല, എന്നാലും ഇവിടെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സ്ട്രഗിൾ കാണുമ്പോ, കാരണം വയറ്റിൽ അങ്ങനെ ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസെന്റ് ആണെങ്കിലും അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് നടക്കാനും ഇടയ്ക്കിടയ്ക്ക് ഈ രാത്രി ഉറക്കത്തുനിന്ന് എല്ലാ 2-2 അവർ എണീറ്റ് എന്താ പറയുക യൂറിന് വേണ്ടിയിട്ട് പോവാനും അതൊരു സ്ട്രഗിൾ. അതായത് അതൊക്കെ കാണുമ്പോ ഷോക്കിംഗ് ആയിട്ട് അത് തോന്നും. ഷോക്കിംഗ് അല്ല, ഷോക്കിംഗ് ആ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. അതായത് നീ വിചാരിക്കാത്ത എന്തെങ്കിലും ഈ പ്രഗ്നൻസി ടൈമില് എന്റെ ഭാഗത്തുനിന്നല്ല ഈ ജേർണിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ജേർണിയിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മളിപ്പോ അടുത്ത് ഇതിനെ കുറിച്ചിട്ട് ബർത്ത് പ്ലാന്റെ സംഭവം അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി പറഞ്ഞപ്പോ ആ വീഡിയോ കണ്ടപ്പോ കുറച്ചും കൂടിയും ഈ ബർത്തിനെ കുറിച്ചിട്ട് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോ അത് കണ്ടപ്പോ കുറച്ചുകൂടി ഷോക്കിംഗ് ആയിട്ട്, അതായത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാര്യങ്ങളും വരുന്നതും ഇതും അവർ എക്സ്പാൻഡ് ചെയ്യണതും പിന്നെ ടിയർ സംഭവിക്കുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിക്കും ഷോക്കിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല ശരിയാ. നമുക്ക് ആസ് എ ഗേൾ അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ അതിനെ കുറിച്ച് കുറച്ചും കൂടി എങ്ങനെയെങ്കിലൊക്കെ അവെയർ ആയിരിക്കും. നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മമാരാവണെങ്കിലും ഇതിനെ ഇപ്പൊ ഈ പീരിയഡ്സ് പോലെയാണല്ലോ, ആ പ്രായത്തുമ്പോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. പക്ഷെ ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല അല്ലെ ഇതിനെ കുറിച്ച് ഒന്നും ഐഡിയ ഉണ്ടാവില്ലേ. ശരി, അപ്പൊ ഈ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ഷോക്കിംഗ് ആയിട്ട് വെരി ഗുഡ്. ഗൈസ്, ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന Q&A കുറച്ചധികം നീട്ടമുണ്ട്, ആ ലെങ്തി വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് 2 നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന്. സോ പാർട്ട് 1 പാർട്ട് 1 തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പാർട്ട് 2 കാണാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.